പ്രിയമുള്ളവരെ, സമൂഹത്തിൽ ചിലരൊക്കെ ഭാഗ്യം അന്വേഷിക്കുന്നവരും അത് സ്വന്തമാക്കാൻ എന്ത് ത്യാഗവും ചെയ്യുന്നവരുമാണല്ലോ. ഇവിടെ 10 പേരടങ്ങുന്ന ഒരു സംഘം ആളുകൾ ഒരു ഭാഗ്യം അന്വേഷിച്ചുള്ള യാത്രയിലാണ്. യാത്രയുടെ പകുതി ഭാഗം പിന്നിടുമ്പോൾ അവർക്ക് ഒരു കാര്യം വ്യക്തമായി. 10 പേരടങ്ങുന്ന ഈ സംഘം ഒന്നിച്ച് യാത്ര ചെയ്താൽ ഈ ഭാഗ്യം ലഭിക്കില്ല. ഈ യാത്രാ അംഗങ്ങളുടെ സംഖ്യ 9 എന്ന നമ്പറിലേക്ക് എത്തിയാൽ മാത്രമായിരിക്കും തങ്ങൾ അന്വേഷിക്കുന്ന ഈ ഭാഗ്യം ലഭിക്കുകയും. സ്വയം പിന്മാറാൻ ആരും തയ്യാറല്ലതാൻ. ഇവിടെ അവർ ഒരു ഉപാധി കണ്ടെത്തി. കാരണം ഭാഗ്യാന്വേഷികളാണല്ലോ. ഒരു നറുക്കെടുപ്പ് നടത്തി അതിൽ നിന്ന് ഒരാളെ പിന്മാറുക എന്നത്. അങ്ങനെ അവർ നറുക്കെടുപ്പ് നടത്തി ഒരാളെ സംഘത്തിൽ നിന്ന് പിന്മാറ്റി. അവർ ഉദ്ദേശിച്ച ആൾ തന്നെയാണ് ആ നറുക്ക് കിട്ടിയത്. 10 കടലാസ് തുണ്ടുകളിലായി അവർ എഴുതാൻ തീരുമാനിച്ചത് ഭാഗ്യ അന്വേഷികളെന്നും ഒരെണ്ണത്തിൽ നിർഭാഗ്യവാൻ എന്നുമാണ്. പക്ഷേ അങ്ങനെയല്ല അവർ എഴുതിയത്. എല്ലാ തുണ്ടിലും നിർഭാഗ്യവാൻ എന്ന് തന്നെയാണ് എഴുതിയത്. അവിടെ ഒരു ചതിയാണ് അവർ പ്രയോഗിച്ചത്. അവർ ഉദ്ദേശിച്ച ആളെ പുറത്താക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം. നിർഭാഗ്യവാൻ എന്ന് കിട്ടിയ ആൾ പിന്തിരിഞ്ഞ് നടന്നു. അദ്ദേഹത്തിന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. ഭാഗ്യാന്വേഷികളായ 9 പേരും വിജനമായ സ്ഥലത്ത് കൂടിയുള്ള യാത്രയിൽ ഇടിമിന്നലും ഒക്കെ വന്ന് അവർ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഭാഗ്യം ആർക്കാണ് ലഭിച്ചത് എന്ന് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലായല്ല. പ്രിയപ്പെട്ടവരെ, ജീവിതമാകുന്ന ഈ യാത്രയിൽ നമ്മുടെ കൂടെയുള്ളവർക്ക് എപ്പോഴെങ്കിലും കാലിടറിയാൽ അവരെ നിർഭാഗ്യവന്മാർ എന്ന് വിളിച്ച് വഴിയിൽ ഉപേക്ഷിക്കരുത്. തോറ്റുപോയവനെ ചേർത്ത് പിടിച്ച് ജയിപ്പിക്കുന്നതിലാണ് യഥാർത്ഥ വിജയം ഒളിഞ്ഞിരിക്കുന്നത്. അതാണ് ഈ കഥയുടെ ഗുണപാഠം.